നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് പീഡനമാണ് എന്ന കാര്യം തർക്കവുമില്ല. ജാതി പേര് വിളിച്ചാക്ഷേപിക്കുക, കറുത്ത നിറത്തിൻ്റെയും പാവപ്പെട്ട കുടുംബമാണ് എന്നതുകൊണ്ടുള്ള അവഹേളനവും ഇതൊക്കെ മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ചാവുമ്പോൾ ആത്മാഭിമാനമുള്ള യാതൊരാൾക്കും അത് സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, നിതിൻ രാജിന്റെ ഓഡിയോ പുറത്തു വന്നതോടെ തന്നെ വിശേഷിപ്പിച്ചതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വന്നു. നേരത്തെ നിതിൻ രാജ് സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്ന് സഹോദരിയിൽ നിന്നുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ കേട്ടതെങ്കിൽ, നിതിൻ രാജിന്റെ ഓഡിയോ കൂടി പുറത്തു വന്നതോടെ നിഷേധിക്കാൻ കഴിയാത്ത വിധമുള്ള ആക്ഷേപങ്ങളാണ് ഈ കുട്ടിക്ക് നേരെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അദ്ദേഹമാവട്ടെ ഡെന്റൽ കോളേജിലെ ഒരു വകുപ്പിന്റെ മേധാവി കൂടിയാണ്. കേരളത്തിലല്ല, മറ്റൊരു സംസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ നാട് എന്നത്. ആ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ കേരളത്തിലും നടപ്പാക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ മോഹമെങ്കിൽ, ഒരു കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ ജാതിയിലും മതത്തിലുമുള്ള മനുഷ്യരെ കാണുന്ന ഒരു നാടാണ് കേരളം. കെ.ജി. ദിലീപ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സരിൻ ശശി, PM അഖിൽ, മുഹമ്മദ് സിറാജ്, MV ഷീമ, വൈഷ്ണവ് മഹേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SFIയുടെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ച് നടന്നു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.